ഒരു പന്തും 11 കളിക്കാരും മാത്രമല്ല ഫുട്ബോൾ. അത് ലോകത്തെ ഒന്നിപ്പിക്കുന്ന ഒരു വികാരമാണ്. ഇന്ന് മെയ് 25 ലോക ഫുട്ബോൾ ദിനം. ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയമിടിപ്പായ കളിയഴകിന്റെ ഓർമ്മപ്പെടുത്തൽ. ജാതിയോ മതമോ അതിരുകളോ ഇല്ലാതെ മനുഷ്യരെ ഒരേ ആവേശത്തിൽ കെട്ടിപ്പുണരാൻ പഠിപ്പിച്ച മാന്ത്രിക കളി. പെലെയും മറഡോണയും തുടങ്ങിവെച്ച മാന്ത്രികത മെസ്സിയിലൂടെയും റൊണാൾഡോയിലൂടെയും എംബാപ്പയിലൂടെയും ഒക്കെ ഇന്നും പച്ചപ്പുൽ മൈതാനങ്ങളിൽ വിസ്മയം തീർക്കുകയാണ്. വലിയ സ്റ്റേഡിയങ്ങളിലെ ഫ്ലഡ് ലൈറ്റ് വെളിച്ചം മുതൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചെളി നിറഞ്ഞ പാടശേഖരങ്ങളിൽ വരെ ഈ ആവേശം ഒരേപോലെ തുടിക്കുന്നു. തോൽവികളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനും ഒത്തൊരുമയോടെ പോരാടാനും ഫുട്ബോളോളം നമ്മെ പഠിപ്പിച്ച മറ്റൊരു വിനോദമില്ല. ഈ മനോഹരമായ കളിയെ നെഞ്ചിലേറ്റുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ടീം ന്യൂസ് ബാഗിന്റെ ഹൃദയം നിറഞ്ഞ ലോക ഫുട്ബോൾ ദിനാശംസകൾ. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ ഈ ദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യൻ ആരാധകർക്ക് ഇരട്ടി മധുരമേകി ഒരു ന്യൂസ് കൂടി പുറത്തു വരുന്നുണ്ട്. ആഴ്ചകളോളം നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കും ആശങ്കകൾക്കുമൊടുവിൽ ഇതാ ഫുട്ബോൾ പ്രേമികൾക്ക് ആശ്വസിക്കാം. 2026 ഫിഫ ലോകകപ്പ് ഇന്ത്യയിൽ തത്സമയം കാണാം. ജൂൺ 11 ലോകകപ്പ് പൂരത്തിന് കൊടിയേറാനിരിക്കെ ഇന്ത്യയിൽ കളി എവിടെ കാണുമെന്ന വലിയ ചോദ്യത്തിനൊടുവിലാണ് ഇപ്പോൾ ശുഭവാർത്ത പുറത്തുവരുന്നത്. പ്രമുഖ മാധ്യമ ശൃംഖലയായ സി എന്റർടൈൻമെന്റ് ലോകകപ്പിന്റെ ഇന്ത്യയിലെ സംപ്രേക്ഷണാവകാശം സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനായി യുണൈറ്റഡ് സ്പോർട്സ് എന്ന പേരിൽ പുതിയ 7 സ്പോർട്സ് ചാനലുകൾ സി എന്റർടൈൻമെന്റ് ആരംഭിക്കുമെന്നാണ് വിവരം. ഫിഫയുമായി ഏകദേശം 30 മുതൽ 35 മില്യൺ US$ ഭീമൻ കരാറാണ് ഇതിനായി ഒപ്പിട്ടിരിക്കുന്നത്. അടുത്ത ആഴ്ച ആദ്യം തന്നെ ഇതു സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് AIFF മുൻ ജനറൽ സെക്രട്ടറി ഷാജി പ്രഭാകരൻ വ്യക്തമാക്കി. ദൂരദർശൻ അടക്കമുള്ളവർ രംഗത്തുണ്ടായിരുന്നുവെങ്കിലും അന്തിമ വിജയം സി ഗ്രൂപ്പിനാവുകയായിരുന്നു. ഇനി ടെൻഷൻ ഇല്ലാതെ ഉറക്കമൊഴിയാം. ജൂണിൽ തുടങ്ങുന്ന ലോകകപ്പ് മാമാങ്കത്തിനായി കാത്തിരിക്കാം. എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി ലോക ഫുട്ബോൾ ദിനാശംസകൾ.